എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? അത് നല്ല സേമിയ പായസം ആയാലോ? ഞാൻ എടുത്തേക്കുന്നത് പശുമ്പാലിലാണ് സേമിയ പായസം ഉണ്ടാക്കണത്. ചിലപ്പോൾ തേങ്ങാപ്പാലിലും ഉണ്ടാക്കും, പശുമ്പാലിലും ഉണ്ടാക്കും. എനിക്ക് കൂടുതൽ ഇഷ്ടം തേങ്ങാപ്പാലിലേലും ഇഷ്ടം പശുമ്പാലിൽ ഉണ്ടാക്കണതാട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതേ ബ്രാഹ്മിൻസിൻ്റെ 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്ട സേമിയ, വറുത്ത സേമിയയുടെ പാക്കറ്റാണ്ട ഞാൻ വാങ്ങിച്ചേക്കണത്. ആദ്യമേ പാലൊഴിച്ച് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തു കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ടിയൊന്നും പിടിക്കുകയൊന്നുമില്ല, നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മധുരവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പഞ്ചസാരയുടെ നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇപ്പോൾ 3-4 ടേബിൾ സ്പൂൺ എന്നൊന്നും പറയണില്ല, നമുക്ക് ഇഷ്ടമുള്ള പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. ഓരോരുത്തർക്കും പല മധുരങ്ങളാണല്ലോ, പല ഇഷ്ടങ്ങളാണല്ലോ. ചിലർക്ക് മധുരം കുറച്ച് മതി പായസത്തിൽ, ചിലർക്ക് മധുരം നല്ല മധുരം വേണം പായസത്തിൽ. ഞങ്ങൾക്ക് ആവറേജ് മധുരം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 അല്ലി ഏലക്കായ ഒന്ന് നന്നായി പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്താണോ പായസം ഇടുമ്പോൾ ഏലക്കായ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ചിലവർ സേമിയ പായസത്തിൽ ഏലക്കായ ഇടില്ല കേട്ടോ. ഞാൻ ഏലക്കായൊക്കെ ഇടും കേട്ടോ. ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി തിളയ്ക്കണം കേട്ടോ. നന്നായി വേവിക്കണം കേട്ടോ. സേമിയോ ഭയങ്കരമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അന്ന് വെച്ചാൽ പായസത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വേവിനനുസരിച്ച് സേമിയ പായസം റെഡി ആകുമ്പോൾ എടുക്കണം കേട്ടോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സേമിയ ഒന്ന് കടിക്കണം, അത് കാരണം ഞാൻ ആ രീതിയിലാണ് കേട്ടോ എടുക്കണത്. നന്നായി വേവിക്കേണ്ടവർക്ക് നന്നായി വേവിക്കുന്നുണ്ട്, നന്നായി തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്തു കേട്ടോ, ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ മധുരമൊക്കെ നോക്കിക്കോളാം, നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം മതി കേട്ടോ, മധുരമൊക്കെ നോക്കിക്കോളാം. അപ്പോഴത്തേ നമ്മുടെ സേമിയ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിട്ടാ. ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ട് മുന്തിരിയും കൂടി ഇടണമല്ലോ, നല്ല ഭംഗി വേണമല്ലോ. അപ്പോൾ അതേ കാഷ്നട്ട് മുന്തിരി വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അധികം നെയ്യൊന്നും വേണ്ട, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിൽ ഞാൻ മുന്തിരി ഇട്ടു. മുന്തിരി നന്നായി ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചിട്ട് വറക്കരുത്, കാരണം രണ്ടിന് 2 വേവാണ്, അത് കാരണം സെപ്പറേറ്റ് ഇട്ട് വേവിച്ചോളാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാഷ്നട്ട് ഇട്ടു, അതും വേവിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടി ഞാൻ സേമിയയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ വേവിച്ച നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു. ഞാൻ സെപ്പറേറ്റ് നെയ്യും കാര്യങ്ങളൊന്നും ഒഴിക്കണമൊന്നുമില്ല, ഈ വേവിച്ച നെയ്യ് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ നെയ്യുടെ കുത്തു വരും. ഇപ്പോഴേ നമ്മുടെ സേമിയ പായസം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇതേ കണ്ട, ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം എന്നല്ല, പാലുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഒന്ന് ചൂടാറിയിട്ട് ടേസ്റ്റ് ഭയങ്കരമായിട്ട് ചൂടോട് കൂടി പായസം കുടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാൻ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ പായസം കുടിക്കുക. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡിയായി. അപ്പം ഞങ്ങൾ പോയി കുടിച്ചിട്ട് വരട്ടെ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോഴേക്കും ടാറ്റാ ബൈ, സീ യു. നിങ്ങൾ തന്നെ സപ്പോർട്ടായിട്ട് നമ്മുടെ വിജയം.